ആ ദിവാരൻ തന്നെ. എന്താ എന്റെ പേര് മാറ്റിയിട്ടൊന്നുമില്ല. എന്തിനാ വന്നെന്ന് അറിയാലോ നിങ്ങൾക്ക്. ഞാൻ എന്തിനാ വന്നെന്ന്. അന്ന് പിന്നെ എന്തിനാ വന്നെന്ന്? നിങ്ങൾ അനിയനല്ലേ ഓന്? ഓന്റെ പേരിൽ നിങ്ങൾ ഇങ്ങനെ പരാതി കൊടുത്ത് ഓ ഇവൻ പറഞ്ഞിട്ടായിരിക്കും. ഇവനുണ്ടല്ലോ ഇപ്പൊ കൂടെ. നിങ്ങൾക്ക് എന്തൊന്ന് കാര്യം അറിയോ? ആ നിങ്ങളെ കല്യാണം മുടക്കിന് അവനാ. ശരിക്കും അറിഞ്ഞില്ല നിങ്ങൾ ആരാ മുടക്കിന്? അറിയോ നിങ്ങൾക്ക്? നിങ്ങൾ വാടക കേൾപ്പിച്ച വാടക പന്തലിന്റെ ഓനില്ലേ? ഇല്ലേ? അത് ശരിക്കും അന്വേഷിച്ച് നോക്കണം നിങ്ങൾ. ഓനിപ്പോ നിങ്ങളോട് ഞാൻ കല്യാണം കഴിക്കൂല അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് അഭിനയിച്ചില്ലേ? അത് എന്തിനാന്ന്? അതിന്റെ പിന്നിൽ ആരാന്ന് അന്വേഷിക്കണം നിങ്ങൾ. ശരിക്കും കണ്ടെത്തണം. ഇവൻ പറഞ്ഞതുകൊണ്ടല്ലേ നിങ്ങൾ അത് വിശ്വസിച്ച് നിങ്ങൾ അന്യനെ അത് മുടക്കിനെന്ന് അല്ലേ? നിങ്ങളിപ്പോ ഈ സമൂഹത്തിൽ വലിയ ആളല്ലേ? നിങ്ങളെ മകനും ഓനും ഒന്നായിട്ട് പഠിച്ചല്ലേ അല്ലേ? ഓനും നിങ്ങളെ മകനും ഒരേ നിലയിൽ എത്തേണ്ട ആളല്ലേ? നിങ്ങളിപ്പോ എന്താക്കി? ഓനൊന്ന് രക്ഷപ്പെടുത്തിയാ ഇല്ല. എന്തുകൊണ്ട്? നിങ്ങൾക്ക് ഇതേപോലെ ആണോ? ഇവനെ പറ്റിക്കണം. ഇവനിപ്പോ നാട്ടിൽ തേങ്ങ പറിക്കുന്ന ഒരാളായിട്ട് ജീവിക്കുന്നു, സാധാരണക്കാരനായിട്ട്. നിങ്ങൾക്ക് അത് കണ്ട് സന്തോഷിക്കാമല്ലോ അല്ലേ? ഇവിടെ മിണ്ടല്ലടാ നീ. നിന്നെ കൊണ്ട് ഈ പ്രശ്നം മുഴുവനുണ്ട്. ആ കാലിന്റെ മുട്ടിനതായിട്ടുണ്ടാവില്ല കേട്ടാ. ആ പറഞ്ഞിട്ടില്ലാന്ന് വേണ്ട. ഞാനൊരു കാര്യം പറയും നിങ്ങളോട്. നാളെ രാവിലെ പോയിട്ട് പിന്നെ കൊടുത്ത പരാതി അങ്ങ് പിൻവലിക്കണം കേട്ടില്ല? ഞാൻ വരുമ്പോ ഇതേപോലെ ആയിരിക്കില്ല വരിക. മനസ്സിലാക്കുന്നതല്ല. എന്നെ കിട്ടോ? ഞാൻ കാത്തിരിക്കുന്നുണ്ട്. ആ